യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം തയ്യാറാണെന്ന് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ. ഫിലിപ്പീൻസ് തലസ്ഥാനമായ മനിലയിൽ നടക്കുന്ന ആസിയാൻ വിദേശകാര്യ മന്ത്രിമാരുടെ വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായി നടത്തിയ ചർച്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. യുക്രൈനിലെ അർത്ഥശൂന്യമായ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കൻ ഭരണകൂടം തയ്യാറാണെങ്കിലും പെട്ടെന്നൊരു പരിഹാരം സാധ്യമല്ലെന്ന് മാർക്കോ റൂബിയോ പറഞ്ഞു. നയതന്ത്ര തലത്തിൽ തുടർച്ചയായ ഇടപെടലുകളും പുതിയ ആശയങ്ങളും ഇതിനായി ആവശ്യമാണ്. അമേരിക്കയുടെ മധ്യസ്ഥതയിലുള്ള ചർച്ചകൾ മുൻപ് പരാജയപ്പെട്ടിരുന്നു. എന്നാൽ സാഹചര്യങ്ങൾ അനുകൂലമായാൽ സമാധാന ശ്രമങ്ങളുമായി മുന്നോട്ടു പോകാൻ ഡൊണാൾഡ് ട്രംപ് പ്രതിജ്ഞാബദ്ധനാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇരുവിഭാഗത്തിനും സ്വീകാര്യമായ ഒരു പരിഹാരം കണ്ടെത്തുക എന്നതാണ് പ്രധാന വെല്ലുവിളി. ഇതിനായി മധ്യസ്ഥത വഹിക്കാൻ അമേരിക്ക തയ്യാറാണെന്നും റൂബിയോ കൂട്ടിച്ചേർത്തു. മനിലയിൽ നടക്കുന്ന ആസിയാൻ വിദേശകാര്യമന്ത്രിമാരുടെ വാർഷിക സമ്മേളനത്തിൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി ഉൾപ്പെടെയുള്ള നേതാക്കളുമായും റൂബിയോ ചർച്ച നടത്തി. ഇറാനുമായുള്ള സംഘർഷം രൂക്ഷമാകുന്നതിനിടയിലും ഏഷ്യൻ മേഖലയിൽ അമേരിക്ക പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനൊപ്പം ക്യൂബൻ സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്താനും അമേരിക്ക ലക്ഷ്യമിടുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളും ദക്ഷിണ ചൈന കടലിലെ പ്രശ്നങ്ങളുമാണ് ചൊവ്വാഴ്ച ആരംഭിച്ച ആസിയാൻ സമ്മേളനത്തിൽ പ്രധാനമായും ചർച്ചയായത്. ഏഷ്യൻ രാജ്യങ്ങളുമായുള്ള സാമ്പത്തിക പങ്കാളിത്തം അമേരിക്ക ശക്തമായി തുടരുമെന്നും റൂബിയോ അറിയിച്ചു. റൂബിയോയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചില്ല. എന്നാൽ യുക്രൈൻ ആയുധങ്ങൾ നൽകുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് ലാവ്റോവ് അമേരിക്കയെ അറിയിച്ചതായി റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. റഷ്യയെ തകർക്കാനാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ശ്രമിക്കുന്നത്. നയതന്ത്രത്തിലൂടെ പ്രശ്നപരിഹാരം കാണാൻ റഷ്യ തയ്യാറാണ്. കഴിഞ്ഞ വർഷം അലാസ്കയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഡൊണാൾഡ് ട്രംപും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിലെ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായും റഷ്യൻ മന്ത്രാലയം അറിയിച്ചു. അതേസമയം യുക്രൈനുള്ള സൈനിക സഹായം അമേരിക്ക തുടരുകയാണ്. നെറ്റോ സഖ്യ രാജ്യങ്ങൾ വഴിയാണ് ആയുധങ്ങൾ കൈമാറുന്നത്. ചർച്ചകളിലേക്ക് മടങ്ങുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. യുക്രൈൻ സമാധാന ശ്രമങ്ങൾക്ക് മങ്ങലേൽപ്പിക്കുന്നതാണ് ഈ വർഷം ആരംഭിച്ച അമേരിക്ക ഇറാൻ സംഘർഷം. താൽക്കാലിക വെടിനിർത്തൽ കരാർ തകർന്നതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആക്രമണം രൂക്ഷമായി. ഇറാൻ വലിയ വില നൽകേണ്ടി വരുമെന്ന് മാർക്കോ റൂബിയോ മുന്നറിയിപ്പ് നൽകി. ചർച്ചകൾക്കായി ഇറാൻ താൽപര്യം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും കരാറുകൾ പാലിക്കാൻ അവർ തയ്യാറല്ലെന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട്. ഹോർമുസ് കടലിടുക്കിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണമുണ്ടായാൽ ഇറാന്റെ പാലങ്ങളോ വൈദ്യുത നിലയങ്ങളോ തകർക്കുന്നതാണ് അമേരിക്കയുടെ രീതി. കണ്ണിന് പകരം കണ്ണ് എന്നതാണ് തങ്ങളുടെ പ്രതിരോധ നയമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പ്രതികരിച്ചു. എന്നാൽ കണ്ണിന് പകരം തല എന്നതാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ നയമെന്നും അരാക്ചി ചൂണ്ടിക്കാട്ടി. മേഖലയിൽ ചൈനീസ് നാവികസേന ആണവ അന്തർവാഹിനിയിൽ നിന്ന് മിസൈൽ പരീക്ഷിച്ചതിൽ ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ് ആശങ്ക രേഖപ്പെടുത്തി. ഫിലിപ്പീൻസിനെയോ പസഫിക് രാജ്യങ്ങളെയോ അറിയിക്കാതെയുള്ള ഈ നീക്കം പ്രകോപനപരമാണെന്ന് അവർ മനിലയിൽ പറഞ്ഞു. എന്നാൽ വാർഷിക സൈനിക അഭ്യാസത്തിന്റെ ഭാഗമായാണ് പരീക്ഷണം നടത്തിയതെന്നും ബന്ധപ്പെട്ട രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നതായും ചൈന വിശദീകരിച്ചു. ദക്ഷിണ ചൈന കടലിൽ ചൈനീസ് സേനയും ഫിലിപ്പീൻസ് സേനയും തമ്മിലുണ്ടായ പുതിയ സംഘർഷത്തെക്കുറിച്ച് റൂബിയോയും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയും ചർച്ച ചെയ്തു. അമേരിക്കയും ചൈനയും തമ്മിലുള്ള സാമ്പത്തികമോ അല്ലാതെയോ ആയ സംഘർഷങ്ങൾ ആഗോളതലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് റൂബിയോ മുന്നറിയിപ്പ് നൽകി. സെപ്റ്റംബറിൽ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ് വാഷിംഗ്ടൺ സന്ദർശിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.